വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വാഹന മോഡിഫിക്കേഷൻ വല്ലതും നടക്കുമോ? നടക്കൂല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാളുന്നു. മുഖ്യമന്ത്രിയുടെ വാഹന മോഡിഫിക്കേഷൻ ഗ്യാരണ്ടി പാളുന്നു. അനുവദനീയമായ മാറ്റങ്ങൾ മാത്രമാവാമെന്നാണ് MBDയുടെ നിലപാട്. 18 തരം സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റ്സ് കാറ്റഗറി ലിസ്റ്റിന് നിയമതടസ്സമില്ലെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ റിപ്പോർട്ട്. ഗതാഗത കമ്മീഷണർ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റുകൾ, സ്റ്റിയറിംഗ് വീൽ കവറുകൾ, ക്രോം ഗാർണിഷ് തുടങ്ങി 18 തരം മോഡിഫിക്കേഷനുകൾ മാത്രമാണ് മുൻകൂർ അനുമതി ഇല്ലാതെ വരുത്താനാവുക എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രത്യേക അനുമതി തേടി വരുത്താവുന്ന മോഡിഫിക്കേഷനുകളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. അഷിൻ ഡിയാഗോ ചേരുന്നു. അഷിൻ ഡിയാഗോ, അപ്പോൾ ഇതുവരെ ലഭ്യമായിക്കൊണ്ടിരുന്ന മോഡിഫിക്കേഷനെ ഇനിയും ലഭ്യമാകാൻ സാധ്യതയുള്ളോ? അഷിൻ ഡിയാഗോ. അരുൺ, തീർച്ചയായും അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഓൾട്ടറേഷൻ വരുന്നത് സെക്ഷൻ 52 ആണ്. ഈ 52 പ്രകാരം സ്ട്രക്ചറൽ ഓൾട്ടറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് വലിയ ടയറുകൾ ഇടുന്നതും വണ്ടിയിൽ ബോഡി മോഡിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 52 വരുന്നത്. പക്ഷേ ഈ സെക്ഷൻ 52 പരാമർശിക്കാതെയുള്ള ഒരു റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുഖ്യമന്ത്രിക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 18 തരം മാറ്റങ്ങൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. ഈ മാറ്റങ്ങൾ നേരത്തെ മുതൽ തന്നെ സംസ്ഥാനത്ത് നിലവിലുള്ളതാണ്. അതായത് നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അതിൽ സ്റ്റാൻഡേർഡായി മാറ്റം വരുത്താൻ കഴിയുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് സീറ്റ് കവറുകൾ വാങ്ങിയിടുന്നത്, ഈ സ്റ്റിയറിംഗ് വീലിന് ഒരു കവർ മേടിച്ചിടുന്നത്, അങ്ങനെയുള്ള തരത്തിലുള്ള സാധനങ്ങൾ, ഫ്ലോർ മാറ്റ് അടക്കമുള്ള സാധനങ്ങൾക്കാണ് ഈ ഒരു മാറ്റം അനുവദിക്കുന്നത്. അത് നേരത്തെ മുതൽ തന്നെ ഉള്ളതാണ്. ഈ 18 കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ളതെന്ന് പറയാൻ കഴിയുന്നത് സ്റ്റിക്കറുകൾ മാത്രമാണ്. സ്റ്റിക്കറുകൾ എന്ന് പറയുമ്പോൾ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അശ്ലീലമല്ലാത്ത സ്റ്റിക്കറുകൾ വാഹനത്തിൽ ഒട്ടിക്കാം എന്നൊരു കാര്യം മാത്രമാണ് ഇതിൽ പുതുതായുള്ളത്. ബാക്കിയെല്ലാം പഴയത് തന്നെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇനി അനുമതി വേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാഹനത്തിന്റെ പെയിന്റ് അടക്കമുള്ളവ മാറ്റുന്നതിനാണ്. അത് നേരത്തെ മുതൽ തന്നെ നമുക്ക് RTയിൽ പോയി അപേക്ഷിച്ച് RC ബുക്കിലടക്കം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിശ്ചിത ഫീസ് നൽകിക്കൊണ്ടുള്ള മാറ്റങ്ങൾ നേരത്തെ മുതൽ തന്നെ നിൽക്കുന്നതാണ്. അതായത് പുതിയതായി തന്നെ ഇതിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് സമർപ്പിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്കും സമർപ്പിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നേരത്തെ മുഖ്യമന്ത്രി VD സതീശൻ ഈ ഇലക്ഷൻ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഓൾട്ടറേഷൻ, ഈ വാഹനപ്രേമികളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഓൾട്ടറേഷൻ, അപകടകരമായിട്ടുള്ള ഓൾട്ടറേഷനുകൾ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും ഓൾട്ടറേഷൻ അനുവദിക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അത് നടപ്പിലാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുപ്രീം കോടതി വിധിയടക്കമുണ്ട്. കാരണം ഇത് കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. സംസ്ഥാനത്തിന് കേന്ദ്ര ചട്ടങ്ങളിൽ മാറ്റം വരുത്താനുള്ള അനുമതിയില്ല, അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം മാറ്റം വരുത്താൻ കഴിയും എന്നതിൻ്റെ ഒരു മുൻകൂട്ടിയാണ് ഈ ഒരു പഠനം നടത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. പഠനം നടത്തിക്കൊണ്ട് തന്നെ നിലവിലിപ്പോഴുള്ള ഈ 18 മാറ്റവും മാത്രമല്ല അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് മാറ്റാൻ കഴിയുന്ന ചില മാറ്റങ്ങൾ കൂടി ചേർത്ത് ഏതാണ്ട് 40ഓളം വരുന്ന മാറ്റങ്ങൾ മാത്രമേ വരുത്താൻ കഴിയൂ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും പുതുതായി തന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ആശ്വാസകരമായി വാഹനപ്രേമികൾക്ക് ആഘോഷമാക്കേണ്ട തരത്തിലുള്ള യാതൊരു വിധത്തിലുമുള്ള പ്രഖ്യാപനവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം സീറ്റ് കവറുകൾ അടക്കമുള്ളവ മാറ്റാനായി പ്രത്യേകം നമുക്ക് ആരുടെ ആവശ്യം വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ സീറ്റ് കവറുകൾ ധരിപ്പിക്കാം. മാത്രമല്ല വാഹനത്തിൽ വയ്ക്കുന്ന ലൈറ്റുകൾ, ക്യാമറകൾ അടക്കമുള്ള കാര്യങ്ങൾ, അത് നേരത്തെ മുതൽ തന്നെ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലടക്കം കാണുന്നതാണ്. ലൈറ്റുകൾ വയ്ക്കുന്നതിന് വേറെ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. വാഹനത്തിന് പുറത്തേക്ക് വരുമ്പോൾ ഉള്ളതിനെയാണ് നമ്മൾ ഓൾട്ടറേഷനായി കണക്കാക്കേണ്ടത്. വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിന് പുറമെ എന്തെല്ലാം സീറ്റ് കവർ മാറ്റാറുണ്ട്, ഡ്രൈവിംഗ് ഫ്ലോറിന്റെ സ്റ്റിയറിംഗ് വീലിന്റെ കവർ മാറ്റാറുണ്ട്, അതേപോലെ വീലിന്റെ ക്രോം മാറ്റാറുണ്ട്, ഡോറിന്റെ പിന്നെ മഡ് ഫ്ലാപ്സ് മാറ്റാറുണ്ട്. ഇതിനൊക്കെ പ്രത്യേക മോഡിഫിക്കേഷൻ എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ ഇപ്പോൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡിഫിക്കേഷനാണ്. ആ മോഡിഫിക്കേഷൻ മാത്രമേ ഇപ്പോഴും നടത്താൻ കഴിയൂ എന്നാണ് MBD റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് മാറ്റാൻ കഴിയുമോ? കാര്യം സുപ്രീം കോടതി ഉത്തരവുകൾ വലിയ കടമ്പയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കുറച്ചുകൂടിയൊക്കെ മോഡിഫിക്കേഷനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ MBD ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇനി മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം അതിലൊരു അന്തിമ തീരുമാനമുണ്ടാവും. പക്ഷേ സുപ്രീം കോടതി വിധിയുണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ.